Okay, my children, welcome back to the English class. And I think we have completed the story, the banyan tree, and we have completed the notes and other activities. Now we are going to the next story, the snake and the mirror. The snake and the mirror. Then it is written by Vaikom Muhammad Bashir and it is translated into English. This is a translated version, and it is about the snake and the mirror, and it is a story of a homeopathy doctor. Okay, then Vaikom Muhammad Bashir is the Sultan of stories, is a true lover of nature. He highlights blend of all creatures and natures in his stories. The stories evoke humor and sarcasm. Humor and sarcasm. അത് തമാശയും അതേപോലെ പരിഹാസങ്ങളൊക്കെയാണ് ഓൺ ദ ഫോളീസ് ഓഫ് മാൻ, മനുഷ്യൻ്റെ ഓരോ ആചാരങ്ങളും ഇതൊക്കെ. ഹിയർ ഈസ് സച്ച് എ സ്റ്റോറി, റീഡ് ആൻഡ് എൻജോയ്. ഓക്കെ, ദെൻ നൗ വി ആർ starting the story. I think, has a snake coiled itself round any part of your body? A full-blooded cobra. All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. Has a snake ever coiled itself round any part of your body? നിങ്ങളുടെ ബോഡിയിൽ എവിടെയെങ്കിലും എന്നിട്ട് കോയിൽഡ് മീൻസ് അങ്ങനെ ചുറ്റുക, ഒരു കോബ്ര ചുറ്റിയിട്ടുണ്ടോ? all of us fell silent. എല്ലാവരും fell silent. The questions came from the homeopath. ഈ ചോദ്യം ഉന്നയിച്ച ആരാണ്? എ ഹോമിയോപ്പത്ത്, ഒരു ഹോമിയോപ്പതി ഡോക്ടർ ആയിരുന്നു. The topic came up. The topic means that subject came up when we were discussing snakes. Okay, we were discussing, the doctors were discussing about the snakes. പാമ്പുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് that question came from a homeopath, കൂട്ടത്തിലുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടർ. ഹോമിയോപ്പതി മീൻസ് ഹോമിയോപ്പതി ഡോക്ടർ നിന്നും ഒരു ചോദ്യം വന്നത്, ആരുടെയെങ്കിലും ബോഡിയിൽ എന്ത് ചെയ്തിട്ടുണ്ടോ? ദ സ്നേക്ക് കോയിൽഡ്, ഒരു ഫുൾ ബ്ലഡഡ് കോബ്ര, പൂർണ്ണ ശക്തിയുള്ളൊരു കോബ്ര. ദെൻ വി ലിസൺഡ് അറ്റൻറ്റീവ്ലി മീൻസ് വെരി കെയർഫുള്ളി, വളരെ ശ്രദ്ധാപൂർവം എല്ലാവരും ശ്രദ്ധിച്ചു. ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ, ഈ കഥ തുടർന്നു. ഓക്കെ, ഡോക്ടർ അപ്പോൾ ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ കഥയാണിത്, അദ്ദേഹത്തിന് പാമ്പ് ആയിട്ടുള്ളൊരു കഥ. സെക്കൻഡ് പാരഗ്രാഫ്. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ, ഇനി കഥ തുടങ്ങുകയാണ്. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. Okay, he continued the tale. It was a hot summer night about 10 o'clock. എന്തായിരുന്നു? ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ വേനൽക്കാലത്ത് നല്ല ചൂടുള്ള ഒരു രാത്രിയായിരുന്നു. അബൌട്ട് 10 o'clock. നൗ ദ ടൈം ഈസ് 10 o'clock. ഐ ഹാഡ് മൈ മീൽ മീൻസ് ഫുഡ്. ഇവിടെ ഹാഡ് എന്നുള്ളതിൻ്റെ മീനിങ് എയ്റ്റ്, കഴിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ്, അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ആൻഡ് റിട്ടേൺഡ് ടു മൈ റൂം, എൻ്റെ റൂമിലേക്ക് ഞാൻ തിരിച്ചു വരികയും ചെയ്തു. ഐ ഹേർഡ് എ നോയ്സ് ഫ്രം എബോവ് ആസ് ഐ ഓപ്പൺഡ് ദ ഡോർ. വെൻ ഐ ഓപ്പൺഡ് ദ ഡോർ ഐ ഹേർഡ് എ നോയ്സ്. ഹേർഡ് എന്ന് പറഞ്ഞാൽ കേട്ടു, ഒരു ശബ്ദം കേട്ടു. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. ആ ശബ്ദം എന്തായിരുന്നു? എ ഫെമിലിയർ വൺ, എനിക്ക് വളരെ പരിചിതമായ ശബ്ദമായിരുന്നു. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ, കാരണം എലികളുടെ ശബ്ദമായിരുന്നു, പിന്നെ ഇയാൾക്ക് വളരെ പരിചയമുള്ള ശബ്ദവുമായിരുന്നു. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. എലികളും ഞാനും ആണ് ആ റൂം പങ്കിട്ടെടുത്തത് എന്ന് എല്ലാവരും പറയുമായിരുന്നു. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റഡ് കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. ഞാൻ എന്ത് ചെയ്തു? ഒരു തീപ്പെട്ടി എടുത്തു. ആൻഡ് ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ് മീൻസ് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചു. ഡോക്ടർ കഥ പറയാണ്. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ് വൺ. ദെൻ ഇയാളുടെ വീട് എങ്ങനെയുള്ളായിരുന്നു? നോട്ട് ഇലക്ട്രിഫൈഡ് വൺ, വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം, ഒരു വാടക റൂമായിരുന്നു ചെറിയ.
I had just set up I had just set up medical practice. ഞാൻ ഇപ്പോഴും എന്ത് ചെയ്തിട്ടേ ഉള്ളൂ, മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ. ആൻഡ് മൈ ഏർണിങ്സ് വേർ മീഗർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, വെരി ലോ. ഓക്കെ, വളരെ കുറച്ചുമായിരുന്നു എൻ്റെ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യം. അപ്പം ഞാൻ എന്താണ്, ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ദ മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏർണിങ്സ് വേർ വെരി ലോ. I had about 60 rupees in my suitcase. Okay, in my suitcase I had only 60 rupees along with some shirts and dhotis. മാത്രവുമല്ല പിന്നെ എന്തൊക്കെയുണ്ട്, some shirts and dhotis, മുണ്ടുകളും ഷർട്ടുകളും. I also possessed one solitary black coat which I was then wearing. പിന്നെന്തുണ്ട്, I also possessed എന്ന് പറഞ്ഞാൽ സ്വന്തമായുണ്ട്. എ സോളിറ്ററി ബ്ലാക്ക് കോട്ട്, നല്ല കട്ടിയുള്ള ഒരു കറുത്ത കോട്ട്, വിച്ച് ഐ വാസ് ദെൻ വിയറിങ്, ആ സമയത്ത് ഞാനത് ധരിക്കുകയായിരുന്നു. ഓക്കെ. ടുക്ക് ഓഫ് ദെൻ ഓക്കെ ഐ ടുക്ക് ഓഫ് മൈ ഫോർത്ത് പാരഗ്രാഫ്. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട് ആൻഡ് വൈറ്റ് ഷർട്ട് ആൻഡ് നോ സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹാങ് ദം അപ്പ്. ഓക്കെ. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്. ഞാൻ എന്ത് ചെയ്തു, ടുക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, അഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ, റിമൂവ് എന്നുള്ള അർത്ഥത്തിലെ ഒരു ഫ്രേസൽ വെർബാണ്, അത് പഠിക്കണം. ഓക്കെ. ടുക്ക് ഓഫ്, ടേക്ക് ഓഫ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ്. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, എന്ത് ചെയ്തു, ഞാൻ ബ്ലാക്ക് കോട്ട് ഊരി. ആൻഡ് വൈറ്റ് ഷർട്ട്, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണ്, റിമൂവ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ, ടേക്ക് ഓഫ് ഓർ ടുക്ക് ഓഫ്. ഓക്കെ. ബ്ലാക്ക് കോട്ട് ഊരി, വൈറ്റ് ഷർട്ട് ഊരി, ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബനിയൻ, എൻ്റെ അധികം അഴുക്ക് പിടിച്ച ബനിയൻ. നോട്ട് സോ വൈറ്റ് എന്ന് അത്ര വെള്ളയല്ലാത്ത മീൻസ് അഴുക്ക് പിടിച്ച ബനിയന് ഊരി. ഐ ഓപ്പൺഡ് ദ 2 വിൻഡോസ് ഇൻ ദ റൂം. 2 വിൻഡോകളും തുറന്നു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് 1 വാൾ ഫേസിങ് ഓപ്പൺ യാർഡ്. മുറ്റത്തേക്ക് തന്നെ എന്ത് ചെയ്യുന്ന ഉള്ള ഓപ്പൺ യാർഡും തുറന്ന മുറ്റമുള്ള ഒരു ഇതായിരുന്നു. ഇറ്റ് വാസ് എൻ ഔട്ടർ റൂം, പുറത്തേക്കുള്ള റൂമായിരുന്നു ആ ജനൽ തുറന്നത്. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്, ഓടിട്ട മേൽക്കൂര. റൂഫ് മീൻസ് മേൽക്കൂര. വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ്. ഓക്കെ. വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ്, നീണ്ട കഴുക്കോലൊക്കെ ഉള്ള. ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദി വാൾസ്. അത് ആ കക്കോലൊക്കെ എന്തായിരുന്നു, ഈ വാൾ മീൻസ് ചുമരിൽ താങ്ങി ഇങ്ങനെ നിർത്തിയ ഒരു റൂമായിരുന്നു. സാധാരണ ഓടിട്ട വീട് പോലെ. ദർ വാസ് നോ സീലിംഗ്, എന്തുണ്ടായിരുന്നില്ല, സീലിംഗ് ഉണ്ടായിരുന്നു, മുകളിൽ സീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. വാൾ, ദർ വാസ് നോ സീലിംഗ്. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീം. ആ ബീമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എലികൾ എന്തായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ശബ്ദമാണ് നേരത്തെ ഇയാൾ ഇങ്ങനെ കേട്ടത്. അതിപ്പോൾ അയാളെ സ്ഥിരമുള്ളത് കൊണ്ട് അയാൾക്ക് അതിൽ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. റെഗുലർ ട്രാഫിക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്ക്. ഓക്കെ. ഓഫ് റാറ്റ്സ്, എലികളുടെ. ഐ മെയ്ഡ് മൈ ബെഡ്, ഞാൻ എന്ത് ചെയ്തു, ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വാൾ. ബെഡിൽ ഒക്കെ ശരിയാക്കിയതിന് ശേഷം പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വാൾ, ചുമരിനടുത്തേക്ക് എന്ത് ചെയ്തു, അത് നീക്കി വെക്കുകയും ചെയ്തു ആ ബെഡ്. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്, ഞാൻ അവിടെ കിടന്നു പക്ഷേ ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വരാന്തയിലേക്ക് പോയി. ഫോർ എ ലിറ്റിൽ എയർ. ഓക്കെ. കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടി. ബട്ട് ദ വിൻഡ് ഗോഡ് സീംഡ് ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. അപ്പോൾ ബഷീർ പറയുന്ന വിൻഡ് ഗോഡ് മീൻസ് വായുദേവതയും എന്താണ്, അവധിയിലാണെന്ന് തോന്നുന്നു എന്നാണ് അതിൻ്റെ മലയാളം വരുന്നത്. ഓക്കെ. ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം, അപ്പോൾ കാറ്റില്ല പുറത്ത്, അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പാരഗ്രാഫ്. ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയറിലിരുന്നു. ഐ ഓപ്പൺഡ് ദ ബോക്സ് ബെനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. ഓക്കെ. ബെനീത്ത് എന്ന് പറഞ്ഞാൽ അണ്ടർ, താഴെയുള്ള ഒരു പെട്ടി. ഐ ഓപ്പൺഡ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്, ഒരു ബുക്ക് എടുത്തു. ദ മെറ്റീരിയ മെഡിക്ക, അതിൻ്റെ പേരാണ് മെറ്റീരിയ മെഡിക്ക, അത് ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ. ഓക്കെ. ഓൺ വിച്ച് സ്റ്റുഡ് ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ.
ഓക്കെ, ഐ ഓപ്പൺഡ് ഇറ്റ്, ഞാനത് ആ ബുക്ക് തുറന്നിട്ട് ടേബിൾ അവിടെ എന്തുണ്ട്, വിച്ച് സ്റ്റുഡ് എ ലാമ്പ്, ഒരു ലാമ്പുണ്ട്, ആൻഡ് എ ലാർജ് മിറർ, ഓക്കെ, വലിയൊരു കണ്ണാടിയുണ്ട്. എ സ്മോൾ കോംബ് ലേ ബിസൈഡ് ദ മിറർ, ഓക്കെ, ഒരു വലിയ മേശപ്പുറത്ത് എന്തുണ്ട്, ഒരു വലിയ കണ്ണാടിയുണ്ട്. പിന്നെ മാത്രമല്ല സ്മോൾ കോംബ്, ഒരു ചെറിയ കോമ്പ് എന്ന് പറഞ്ഞാൽ ചീർപ്പ്, ലേ ബിസൈഡ് ദ മിറർ, ഈ മിററിൻ്റെ അടുത്ത് ഒരു കോമ്പ് ചീർപ്പുമുണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയും ഭാഗമാണ് വി ഹാവ് ടു കംപ്ലീറ്റ് നൗ. 1 to I think 5 പാരഗ്രാഫ്. ഓക്കെ, അപ്പം പുതിയൊരു പാഠമാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് അത് വായിച്ച് ഇത്രയും ഭാഗം വായിക്കുക. ഇനി പറയുന്ന വർക്കുകളാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നോക്കുക, ഈ വർക്കാണ് ചെയ്യേണ്ടത് എപ്പിസോഡ് 8. ഓക്കെ, ഫസ്റ്റ് ബെല്ലിൽ എപ്പിസോഡ് 8 കൊടുത്ത ഈ വർക്കുകളാണ് ചെയ്യേണ്ടത്. നോക്കാം. ഒന്നാമത്തെ 2 ആക്ടിവിറ്റിയാണ് ഉള്ളത്. ഒന്നാമത്തത്, ഇത് ഞാൻ ഇതിൻ്റെ PDF അതിലിടാം ഈ ചോദ്യത്തിൻ്റെ. റീഡ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഈ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഹൂ നറേറ്റ്സ് ദ സ്റ്റോറി, ആരാണ് ഈ കഥ വിവരിക്കുന്നത്. വൈ ഡിഡ് ദ ലിസണേഴ്സ് ഫാൾ സൈലൻറ്റ്, അല്ലേ, ഈ കഥ വിവരിക്കുന്ന അത് മറ്റുള്ളവർ, ഇത് ശ്രദ്ധിക്കുന്ന ആളുകൾ എല്ലാവരും നിശബ്ദരാകാൻ കാരണം എന്താണ്. ദെൻ വേർ ഡിഡ് ദ ഡോക്ടർ ഹാവ് ഹിസ് ഡിന്നർ, എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് ആ ഡോക്ടർ. വാട്ട് ഡിഡ് ദ ഡോക്ടർ ഹിയർ വെൻ ഹി ഓപ്പൺഡ് ദ ഡോറ് തുറക്കുമ്പോൾ എന്താണ് ഡോക്ടർ കേട്ടത്. ദെൻ 5th one, വൈ വേർ ഹിസ് ഏർണിങ്സ് മീഗർ ഈവൻ തോ ഹി വാസ് എ ഡോക്ടർ, ഡോക്ടർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം വളരെ കുറയാൻ കാരണമെന്ത്. വൈ വേർ ദ ഏർണിങ്സ്. ഓക്കെ, വാട്ട് വേർ ദ ഡോക്ടേഴ്സ് ഓൺലി പൊസഷൻസ്, ഡോക്ടറുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു. പൊസഷൻ എന്ന് പറഞ്ഞ സാധനങ്ങൾ. വൈ ഡിഡ് ദ ഡോക്ടർ ഓപ്പൺ ദ വിൻഡോസ്, എന്തിനാണ് ആ വിൻഡോസ് തുറന്നത്, ജനലുകൾ തുറന്നത്. വൈ കുഡിൻ ദ ഡോക്ടർ സ്ലീപ്പ്, എന്തുകൊണ്ടാണ് ആ ഡോക്ടർക്ക് ഉറക്കം വരാതിരുന്നത്. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ബുക്ക് ഡിഡ് ദ ഡോക്ടർ ടേക്ക് ഔട്ട് ടു റീഡ്, വായിക്കാൻ വേണ്ടി എടുത്ത പുസ്തകം ഏതാണ്. ഓക്കെ, 10th ക്വസ്റ്റ്യൻ, വാട്ട് വേർ ദ അതർ തിങ്സ് ഓൺ ദ ടേബിൾ, ടേബിളിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന മറ്റ് വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ്. ഇനി ഒരു ആക്ടിവിറ്റി കൂടി ചെയ്യണം. ഇമാജിൻ ദാറ്റ് ദ ഡോക്ടർ റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് എക്സ്പ്ലെയിനിങ് ഹിസ് ലൈഫ് ഇൻ ദ റൂം, വാട്ട് മേ ബി ദ ലൈക്ലി ലെറ്റർ. ഈ ഡോക്ടർ അയാളുടെ സുഹൃത്തിന് ഈ റൂമിനെക്കുറിച്ച്, അയാളുടെ ആ ജീവിതമില്ല, ഫസ്റ്റ് പാരഗ്രാഫിൽ റൂമിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് വിവരിച്ചു കൊണ്ടൊരു ലെറ്റർ എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ലെറ്റർ ഉണ്ടാവുക എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ആ ലെറ്ററാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒരു ഫ്രണ്ട്ലി ലെറ്റർ എന്നുള്ള രൂപത്തിലാണ് അത് എഴുതേണ്ടത്. സുഹൃത്തുക്കൾക്ക് എഴുതുന്ന ലെറ്റർ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഈ 2 ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. ഇത് രണ്ടും എഴുതിയിട്ട് എൻ്റെ വാട്സപ്പിൽ അയച്ചു തരിക. ഓക്കെ.